ശ്രീ ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്ന കാര്യങ്ങൾ പറയുന്നത്, അതിനെ പിന്തുണയ്ക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ ചായ്വല്ല എന്ന കാര്യമാണ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു നിർത്തിയത്. നോക്കൂ, ഇവിടെ BJP ക്രൈസ്തവ സമൂഹവുമായി അടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ BJP നേതൃത്വമാണ് അവിടെ എത്തിയ വിഷയങ്ങളിൽ ഇടപെടുന്നത്. പക്ഷേ അവിടെയുള്ള നേതൃത്വങ്ങൾക്ക് മറ്റൊരു നിലപാടായിരുന്നു. ഇതൊരു വലിയ കോൺഫ്ലിക്റ്റായി മാറുന്നുണ്ടോ? ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ സമീപിക്കണം എന്ന കാര്യത്തിൽ BJPക്കുള്ളിൽ, സംഘപരിവാർ സംഘടനകൾക്കുള്ളിൽ വലിയ ഭിന്നതയുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിലെ ആശയക്കുഴപ്പമാണോ നമ്മളിപ്പോൾ കാണുന്നത്? രാജ്യത്തിന്റെ പല ഭാഗത്തും ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുന്നത് കാണുന്നു. പക്ഷേ പ്രധാനമന്ത്രി ക്രൈസ്തവർക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഒരു ഭാഗത്തു നിന്ന് വരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി അത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ച നടക്കുന്നത്? അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളെയും, നിങ്ങൾ ബോറ കമ്മ്യൂണിറ്റിയോടൊപ്പം ഉള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തണം എന്നുള്ളൊരു മെസ്സേജ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ ഒരു വലിയ സങ്കല്പത്തിൽ മുമ്പോട്ട് പോകണമെന്നുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആഹ്വാനമാണ് അദ്ദേഹം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും ആക്ഷേപങ്ങൾ ധാരാളമുണ്ട്. എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം കൊടുത്തൊരു മെസ്സേജ് എന്താണ്? ഞാനൊരു സെക്കുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാ മതവിഭാഗങ്ങളോടും എന്റെ ആഭിമുഖ്യം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു. അവർ ബഹുമാനിക്കുന്ന ആ ക്രിസ്മസിനെ ഞാനും ബഹുമാനിക്കുന്നു എന്നൊരു വലിയ മെസ്സേജാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷെ കേരളത്തിലോട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? കേരളത്തില് ഇന്നലെ മുതൽ പാലക്കാട്ട് ഒരു കരോൾ സംഘത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നു. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഷോൺ. പ്രധാനമന്ത്രി അവിടെ പോകുന്നു, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നു. അതിനപ്പുറം BJP ഭരിക്കുന്ന സ്നേഹം വരുന്നു, അതാണ് ഏറ്റവും രസം. എന്തുവാട്ടെ, പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോ പ്രചരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ വീഡിയോ ഒരു 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 മൊട്ടത്തലയനായ ഒരു വ്യക്തി, ഒരു പാസ്റ്ററെ കുത്തിനി പിടിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് വന്നത്. അദ്ദേഹം മുൻപ് ബംഗ്ലാദേശ് സ്വദേശിയായിരുന്നു, അവിടുന്ന് കടന്നു വന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ആ സംഭവം നടന്നത് കർണാടകയിലാണ്. എന്തുകൊണ്ട്? സത്യനിഷ്ഠന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന ചാനലുകൾ എന്തുകൊണ്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല? ഇത്തരം വിഷയങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ നിഷേധിക്കില്ല, നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളിൽ വളരെ കൃത്യമായി നമ്മൾ പറയാം, ഞങ്ങള് ഇപ്പോഴും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മറ്റു ഇതര സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിത മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളല്ല നമ്മളാരും. അത് നിയമപരമായി കുറ്റമാണ്. ഒരാൾക്ക് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത BJPക്കുണ്ട്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഇത്തരം ഇഷ്യൂകളുണ്ട്. അത് ഞങ്ങൾ അറിയുന്ന സ്ഥലങ്ങളിൽ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ 150 കോടി ജനം ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം നടന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നത് നമ്മളുടെ നീതിന്യായ സംവിധാനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ചാണല്ലോ നീങ്ങേണ്ടത്. അല്ലാണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ കായികമായി നേരിടാനും മറ്റും ഉള്ള അവകാശം ആരും തന്നിട്ടില്ല. ഷോൺ, ഇവിടെ നോക്കൂ, ഗോരഖ്പൂരിൽ ഹവാബാഗ് കോളേജിനടുത്തുള്ള പള്ളിയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. അത് നടത്തിയത് ഒരു BJPയുടെ പ്രാദേശിക നേതാവാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരു കാര്യം പറയാം. BJPയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആരാണെങ്കിലും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഔദ്യോഗിക പദവിയിലുള്ള ആരും ഇത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തിന്റെ നടപടിയിലേക്ക് പോകും. ഞാനിപ്പോ പറയുന്നൊരു കാര്യം, എനിക്കൊരു കാര്യം വിശദീകരിക്കണം. ഞാൻ മിനിഞ്ഞാന്ന് ഡൽഹിയിൽ പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും കരോൾ സംഘങ്ങളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കരോള് മാന്യമായിട്ട് നടക്കണം. അപ്പോ അതിനെ വ്യാഖ്യാനിച്ചത് ഇവിടുത്തെ ഒരു പ്രമുഖ ചാനൽ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ആ ചാനലിൽ കൊടുത്തേക്കുന്ന കാർഡ് ഇതാണ്: മാന്യമായിട്ട് കരോള് നടത്തിയില്ല അടി കിട്ടും. ഷോൺ ജോർജ് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്താണ് ഉദ്ദേശം? ഇന്ന് ചാരമ്മൂട് ഇത്തരത്തില് ഇന്നലെ രാത്രിയില് മറ്റേ കരോൾ സംഘത്തിന് നേരെ DYFIയുടെ വലിയ ആക്രമണം ഉണ്ടായി. എന്താ കേരളത്തിൽ ഒരു ചാനലും അത് പിടിക്കാത്ത? എന്താ ഒരു ചാനലിൽ അത് ഇഷ്ടമില്ലാത്ത? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തില്
പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എറണാകുളം കൊച്ചി ടൗണിനകത്താണ്. അവിടെ SDPയുടെ നേതൃത്വത്തിൽ അവിടെ സെയിന്റ് തീസ സ്കൂളിലെ കന്യാസ്ത്രീമാർക്ക് നേരെ ആക്രമണം ഉണ്ടായി. എന്താ ഇവരാരും മിണ്ടാത്തെ? ഇവിടുത്തെ ചാനലുകൾക്ക് എന്താ എന്തൊന്നും ശബ്ദമില്ലാത്തെ? എന്താ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വാ. ആ കളമശ്ശേരിയിൽ ഒരു കന്യാസ്ത്രീമഠം ആക്രമിച്ച് ആ കന്യാസ്ത്രീമഠത്തിന്റെ വഴി അടച്ച് കുടില് കെട്ടി വെച്ചേക്ക് SDPI. അവിടെ ആരാ എന്തൊന്നും മിണ്ടാത്തെ? അവർ ആർക്കൊന്നും സംസാരിക്കാത്ത? അവിടെ എന്താ ഒരു ചാനൽ പോലും പോവാത്തെ? അപ്പോ ഇത് പർപ്പസ്ഫുൾ ആണ്. ഇത് വളരെ 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 നിഗൂഢമായ നീക്കമാണ്. എന്ത് നീക്കമാണ് ഷോൺ നിഗൂഢം എന്ന് പറയുന്നത്? ഈ മധ്യപ്രദേശിൽ നടക്കുന്ന, UPയിൽ സർക്കാർ തന്നെ ക്രിസ്മസ് ദിനത്തിൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന, ഡൽഹിയിൽ ലജ്പത് നഗറിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കരോൾ സംഘത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വിരട്ടി ഓടിക്കുന്ന സംഭവമൊക്കെ എന്താണ് ആസൂത്രിതം എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്? ആരാണ് നടപ്പാക്കുന്നത്? ആര് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് നടക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? കലണ്ടർ ഒന്ന് പരിശോധിക്കൂ. നിങ്ങൾ ആ UPയിലെ കലണ്ടർ ഒന്ന് പരിശോധിക്കൂ. ഡിസംബർ 25 അവധി ദിവസം തന്നെയാണ്. വാജ്പേയിയുടെ ജന്മദിനമായ അന്ന് ഗുഡ് ഗവേണൻസ് ഡേ എന്ന് ആചരിക്കണമെന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവവിരുദ്ധമാകുന്ന എങ്ങനെയാണെന്ന് എനിക്ക് പറയില്ല. നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാൻ അങ്ങനെ, ഞങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടിയ മറ്റ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. BJP പ്രവർത്തകർ നേരിട്ടിടപെടുന്നതിൽ ഉത്തരവാദിത്തമില്ല. ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തുന്നതിൽ ഉത്തരവാദിത്തമില്ല. അത്തരം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടില്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് നടക്കുന്നത്. BJP സംഘപരിവാർ സംഘടനകളാണ് ഇത് നടത്തുന്നത്. അതിനെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. നിങ്ങൾ CBCയിൽ അന്വേഷിക്കൂ, CNIയിൽ അന്വേഷിക്കൂ, CSIയിൽ അന്വേഷിക്കൂ. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു വിഷയത്തെയും കൃത്യമായി ഇടപെടാൻ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിൽ പോയി അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ തന്നെയല്ലേ? ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഞങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ പറയുന്നത്? ഈ ഛത്തീസ്ഗഡിൽ പോയ കന്യാസ്ത്രീമാരെ ഞങ്ങൾ ഇറങ്ങി പ്രധാനമന്ത്രിക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് BJPയുടെ കേരള ഘടകം പ്രവർത്തിക്കുന്നതെന്ന്. പ്രധാനമന്ത്രിക്ക് അറിയാമായിരിക്കും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് അക്കാര്യങ്ങൾ അറിയുമോ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിൽ ആ സംഭവം ഉണ്ടായപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. പിന്നീട് കേസരിയിൽ വന്ന ലേഖനത്തിൽ എന്താണ് വ്യക്തമാക്കിയത്, മുഖപ്രസംഗത്തിൽ എന്താണ് വ്യക്തമാക്കിയതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെയായിരുന്നു ചിത്രീകരിച്ചിരുന്നത് കേസരിയിൽ? നിലപാടുണ്ടെങ്കിൽ അത് BJPയുടെ നിലപാടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇന്ത്യയിലുള്ള എല്ലാ BJPക്കും ഉണ്ട്, BJPക്കാരുണ്ട്. അതിനുള്ള ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം ഇന്ന് ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്നതിനൊപ്പം അദ്ദേഹം ഇന്ന് കൊടുത്തൊരു വലിയ മെസ്സേജ് ഉണ്ട്. വലിയ മെസ്സേജ്, ചേർത്ത് പിടിക്കുകയാണ് ഞാൻ എന്നൊരു മെസ്സേജ്. അത് വലിയ മെസ്സേജ് ആണോ? ആ ഒരു സന്ദേശം മാത്രം മതിയോ? അതിനപ്പുറം ഇവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളെ അപലപിക്കാനോ അതിൽ നേരിട്ടിടപെടാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ കാണണം. മണിപ്പൂരിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോഴും പ്രധാനമന്ത്രിയുടെ മൗനം ചോദ്യം ചെയ്യപ്പെട്ടതാണ്. ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തരാണോ? ഇത് മാത്രം മതിയോ? കേവലമായ ഫോട്ടോഷൂട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും നമ്മുടെ ഈ രാജ്യത്ത് മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്ന നല്ല ഒരു സമയം നമുക്കൊക്കെ സ്വപ്നം കാണാം. അതിനുപരിയായി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്രകാരം തീവ്രവാദപരമായി പ്രവർത്തിക്കുന്ന തങ്ങളുടെ അണികളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ, അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് അറുതി വരികയുള്ളൂ. അതല്ലെങ്കിൽ മതേതരത്വം എന്നുള്ളത് ഭരണഘടനയിൽ നമ്മളെല്ലാവരും ഷോക്കേസ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം മാത്രമായി പോകുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല എന്ന് കരുതേണ്ടി വരുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്രകാരം ഈ ക്രിസ്മസിനാകട്ടെ, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനാകട്ടെ, ഈ കഴിഞ്ഞ ഈസ്റ്ററിനാകട്ടെ, ഇപ്രകാരം ഈ സന്ധ്യാസമയങ്ങളിൽ വന്നിരുന്ന് ഇപ്രകാരം സംസാരിക്കേണ്ടി വരുന്നത് തന്നെയും നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തുല്യമാണ്